സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളും. കേസ് കോടതി വീണ്ടും മാറ്റിവെച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ജലീൽ, തുടർച്ചയായി മാറ്റിവെക്കുകയാണ്, ഇത് 6ാം തവണയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കേസ് മാറ്റിവെക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം ഇന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നും നിരാശയാണ്. അബ്ദുറഹീമിന്റെ മോചനം ഇനിയും നീളാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് കോടതി ഇന്നും കേസ് മാറ്റിവെച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത ഇല്ല. ഇത് സംബന്ധമായി അഭിഭാഷകരിൽ നിന്നോ നിയമസഹായ സമിതിയിൽ നിന്നോ ഒരു വിശദീകരണം വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:30 റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഓൺലൈൻ വഴിയായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകരുമെല്ലാം ഹാജരായിരുന്നു. അപ്പോഴും പുതിയ മറ്റൊരു തീയതിയിലേക്ക് കേസ് നീട്ടിവെക്കുകയായിരുന്നു. എന്താണോ കഴിഞ്ഞ 5 തവണ നടന്നത് അത് തന്നെ ഈ 6ാം തവണ കേസ് പരിഗണിച്ചപ്പോഴും സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കേസ് നീട്ടിവെക്കാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദി റിയാദിലെ ജയിലിൽ തുടരുകയാണ് അബ്ദുറഹീം. നേരത്തെ കിട്ടിയ വിവരമനുസരിച്ച് പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതായിരിക്കാം ഈ കേസ് അനന്തമായി നീണ്ടുപോകാനുള്ള കാരണം എന്നാണ് നിയമസഹായ സമിതി നേരത്തെ സൂചിപ്പിച്ചത്. അതായത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ 2 തരം കുറ്റങ്ങളുണ്ട്. അത് പബ്ലിക് ഒഫൻസും ഒന്ന് പ്രൈവറ്റ് ഒഫൻസുമാണ്. പ്രൈവറ്റ് ഒഫൻസ് സൗദി ബാലൻ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ചെയ്തതോടെ പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർന്നു. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഈ കുറ്റകൃത്യം ചെയ്തതിനുള്ള ഒരു കേസ് ഉണ്ട്, അത് തീർപ്പായിട്ടില്ല. ഇതിന് പ്രത്യേക ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ അബ്ദുറഹീം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക തടവ് ശിക്ഷയോ പിഴയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അത് തന്നെയായിരുന്നു നിയമസഹായ സമിതിയും പ്രതീക്ഷിച്ചിരുന്നത്, കുടുംബവും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നും കേസ് വീണ്ടും നീട്ടിവെക്കുകയാണ്. അതിന് കൃത്യമായ കാരണം പറഞ്ഞിട്ടില്ല, പുതിയ തീയതിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത്. 15 മില്യൺ റിയാൽ 34 കോടിയോളം ഇന്ത്യൻ രൂപ സ്വരൂപിച്ച് നൽകിയത് മലയാളികളാണ്. അതിനുശേഷമാണ് ഈ സൗദി കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കിയതും. വിജയകുമാർ, അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. ഇന്നും കോടതി കേസെടുത്തെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടായില്ല, അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പുതിയ തീയതി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി മാറ്റിവെക്കുന്നത് എന്നത് സംബന്ധിച്ച വിശദീകരണവും ഉണ്ടായിട്ടില്ല. ജലീലാണ് വിവരങ്ങൾ നൽകിയത്.